സാഹിത്യ അക്കാദമി പ്രതിഫല വിവാദത്തിൽ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് മാന്യമായ പ്രതിഫലം നൽകാൻ നടപടി സ്വീകരിച്ചതായി അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. ബാലചന്ദ്രനുണ്ടായ വിഷമത്തിൽ തങ്ങൾക്ക് സങ്കടമുണ്ടെന്നും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നും സംഭവിച്ച പ്രശ്നമായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ തനിക്ക് യാത്രാ ചെലവ് പോലും ലഭിച്ചില്ലെന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരാമർശം നേരത്തെ വിവാദമായിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ക്ലറിക്കൽ രീതിയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ്. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞതായും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ഇത് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രശ്നമാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ആ മെസ്സേജ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഓഫീസ് സാധാരണ മട്ടിലുള്ള കണക്ക് കൂട്ടിയിട്ട് ഇത്ര കിലോമീറ്ററിന് എത്ര എന്നുള്ള കണക്ക് കൂട്ടിയാണ് കൊടുത്തത്. അത് ശരിയായിരുന്നില്ല. അതിനു മുമ്പ് സെക്രട്ടറിയെയോ എന്നെയോ ഓഫീസിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ബാലചന്ദ്രനോട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ബാലചന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വലിയ ഖേദമുണ്ട്. എനിക്ക് തോന്നുന്നത് സെക്രട്ടറിക്കും ഖേദമുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. ഇത് ഓഫീസിൽ നിന്നുണ്ടായൊരു കാര്യമാണ്. സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ തനിക്ക് യാത്രക്കൂലിയായി 3500 രൂപ ചെലവായെന്നും പ്രതിഫലമായി കിട്ടിയത് 2400 രൂപ മാത്രമാണെന്നുമുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് വലിയ വിവാദമായിരുന്നു. എൻ്റെ വില എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അതേസമയം 1000 രൂപ പ്രതിഫലവും കിലോമീറ്റർ കണക്കാക്കിയുള്ള യാത്രാക്കൂലിയുമാണ് അക്കാദമി എല്ലാവർക്കും നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുള്ള പ്രതിഫലവും കണക്കാക്കിയത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം ശരിയാണെന്നും അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവത്തിൽ അക്കാദമി ഭാരവാഹി എന്ന നിലയിൽ മാപ്പ് ചോദിക്കുന്നു എന്നും വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.